சரித்திரம் எங்களுக்கு பாதுகாப்பு கொடுக்கும். அதை மீறி என்னைக்குமே உங்களால் போக முடியாது. இந்த മറീനാ കോട്ട ഉങ്ങളെ ജയിക്ക വിടാതെ. കുറേ ദുരന്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു സീസണാണിത്. അവിടെ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തിയത്. ഞങ്ങളെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട് പുറത്ത്. അവരെ ഇനിയും നിരാശപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് നിർണായകമായ ഈ നിമിഷത്തിൽ തിരുത്തപ്പെടാനാവാത്ത ഒരു നിയമവും ചരിത്രവും ഞങ്ങൾക്ക് ബാധകമല്ല. അപ്പടിന്നാ ജയിക്ക പോறீங்களா? ഇല്ല, തൂക്കി അട്ടിക്ക പോறோம். അവസാന വിസിൽ അടിച്ചപ്പോഴല്ല, 3 ഗോളിന്റെ ലീഡുള്ളപ്പോഴല്ല, അതിവേഗ ഗോൾ നേടിയപ്പോഴല്ല, മത്സരം തുടങ്ങാൻ ഏകദേശം 1 മണിക്കൂർ മുൻപ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ലൈനപ്പ് പുറത്തുവിട്ടപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നു. ഇത്രയും കാലം നിർഭാഗ്യക്കോട്ടയായി നിലകൊണ്ടിരുന്ന ചെന്നൈയിലെ മറീന അരീനയിൽ ISLലെ നീണ്ട 11 വർഷത്തെ തിരുത്തപ്പെടാത്ത ആ ചരിത്രം ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ തിരുത്തി എഴുതുന്നു. നമസ്കാരം ഏവർക്കും, ഡോണിസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മത്സരത്തിന്റെ തുടക്ക നിമിഷം മുതൽ തന്നെ വിജയമുറപ്പിച്ച കളിക്കാരെ, കളിരീതിയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ ISL സീസണിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ ഒരു സുന്ദര ഫുട്ബോൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പരിശീലകൻ മുതൽ ഓരോ കളിക്കാരെ കുറിച്ചും എണ്ണി പറയാതെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കില്ല. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ മൊമെന്റിനെ പറ്റി ആദ്യം തന്നെ പറയാം. യെസ്, ദാറ്റ് ലൂണ നോവ ഫൈറ്റ്. നോവയെ ഉൾപ്പെടുത്താത്ത ഒരു ലൈനപ്പ് വരുന്നു. നമ്മൾ ആരാധകർ ഓരോരുത്തരും റിപ്പീറ്റഡ്ലി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. നോവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മത്സരത്തിന്റെ ഗതി ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് പല തവണയായി നമ്മൾ കണ്ടതാണ്. അതിന് പരിഹാരം എന്നോണം നോവയെ ബെഞ്ചിലിരുത്തിയാണ് മത്സരത്തിന്റെ ലൈനപ്പ് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ടീമിന്റെ മത്സരം കാണുന്നത് പോലെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കളി നമുക്ക് കാണാനും സാധിച്ചത്. പക്ഷെ ഉറപ്പായിട്ടും നോവയുടെ പെർസ്പെക്റ്റീവിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ബെഞ്ചിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത നോവയുടെ ഗ്ലൂമി ഫേസ് ISLലെ ക്യാമറകൾ തുടക്കം മുതൽ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ ഒരു മത്സരത്തിൽ 80-ാം മിനിറ്റിലാണ് നോവ കളത്തിലേക്ക് ഇറങ്ങുന്നത്. വന്ന ഉടൻ തന്നെ ഒരു ഫ്രീ കിക്ക് അതിവിദഗ്ധമായിട്ട് അദ്ദേഹം നേടിയെടുത്തു. സാധാരണ അത്തരം പൊസിഷനിൽ കിട്ടുന്ന ഫ്രീ കിക്ക് ലൂണയാണ് അറ്റംപ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ നോവ പറയുന്നു താൻ നേടിയ ഫ്രീ കിക്ക് താൻ തന്നെ എടുത്തോളാം എന്ന്. പുതുമകളൊന്നും ഇല്ലാതെ നോവ ഫ്രീ കിക്ക് അടിച്ചു കളഞ്ഞു. സ്വരച്ചേർച്ചയില്ലായ്മയുടെ ചെറിയ തുടക്കം ഇവിടെ നിന്നാണെന്ന് നമുക്ക് പറയാം. മത്സരത്തിന്റെ അവസാന നിമിഷം നോവയെ ലക്ഷ്യമാക്കി ഒരു ലോങ് ത്രൂ ബോൾ വരുന്നു. അസാധ്യമായി ഡ്രിബിൾ ചെയ്ത് ചെന്നൈയിൻ ബോക്സിനകത്തേക്ക് കയറിയ നോവയ്ക്ക് 2 പാസിംഗ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കൃത്യമായി പൊസിഷൻ എടുത്ത് നിൽക്കുന്ന ഇഷാൻ പണ്ഡിതയും, 2 ഓടി വരുന്ന അഡ്രിയാൻ ലൂണയും. പക്ഷെ തന്റെ കാലുകൊണ്ട് ഗോൾ വല നിറച്ചാൽ മാത്രമേ മനസ്സിലെ അമർഷം അടങ്ങൂ എന്ന മനോഭാവത്തിൽ നോവ ആ ഷോട്ട് അടിച്ചു കളയുന്നു. ഇമോഷന്റെ പീക്കിൽ നിന്ന പിടുത്തം വിട്ട ലൂണ നോവയ്ക്ക് നേരെ കയർത്ത് ചാടി. ഈ മത്സരം കണ്ട ആ ഒരു മൊമെന്റ് കണ്ട എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് അനുഭവം തന്നെയായിരിക്കണം. ചെന്നൈയിൽ ചരിത്രം തിരുത്തുന്നതോ 3 ഗോൾ അടിച്ചതോ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിയതോ ഒന്നുമല്ല. അടയും ചക്കരയുമായി നടന്നിരുന്ന നമ്മുടെ ടീമിന്റെ അത്രമേൽ പ്രിയപ്പെട്ട 2 പ്ലേയേഴ്സ് തല്ലുണ്ടാക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു വിങ്ങൽ. ഇത്രയും മനോഹരമായ ഒരു വിജയം ആസ്വദിക്കാൻ സാധിക്കാതെ ആ ഒരു മൊമെന്റ് മാത്രം മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും മത്സരശേഷം നടന്ന പോസ്റ്റ് മാച്ച് ടോക്കിൽ ലൂണ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അത് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതിനുശേഷം കുറെ വിവരമില്ലാത്തവന്മാര് നോവ സദോയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോയിട്ട് തെറി വിവരണം നടത്തുന്നുണ്ട്. സോ ലിസൺ, 2 പാസിംഗ് ഓപ്ഷനും ഒരു ഷൂട്ട് അടിച്ചാൽ ഗോൾ ആകാവുന്ന ഒരു അവസരവും തന്നെയായിരുന്നു അത്. ടീം ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന, ലീഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോൾ നേടാൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തു എന്ന് മാത്രം. പക്ഷെ പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെ ഷൂട്ട് അടിച്ച് ഗോൾ ആവാത്തതിൽ ലൂണയെ പോലെ തന്നെ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്ന് വെച്ച് നോവ ഇതിനു മുൻപ് ചെയ്തതൊക്കെ മറന്ന് പുള്ളിയെ പോയി തെറി വിളിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. തോറ്റു നിന്ന പല കളികളെയും സമനിലയിലേക്കും വിജയത്തിലേക്കും എത്തിച്ച ഒരു പ്രധാനപ്പെട്ട കളിക്കാരനാണ് നോവ സദോയ്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നോവ സദോയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും എല്ലാം അവർ സോർട്ട് ഔട്ട് ചെയ്തോളും. ആ ഒരു മിസ്റ്റേക്കിന്റെ പേരിൽ നിങ്ങൾ നമ്മുടെ സ്വന്തം ടീമിന്റെ ഒരു പ്ലെയറിന്റെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് തെറി വിളിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഈ ഒരു സിനാരിയോ ഒരു പുതിയ ലെസൺ കൂടെ ആയി എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് മത്സരത്തിലേക്ക് വരാം. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് പുരുഷോത്തമൻ കോച്ചിനോട് തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈനപ്പ്, ടൈംലി സബ്സ്റ്റിറ്റ്യൂഷൻ, അമേസിംഗ് റിസൾട്ട്. ടു ബി ഓണസ്റ്റ്, ഇതിനു മുൻപ് നടന്നിരുന്ന മത്സരങ്ങൾ അതിന്റെ റിസൾട്ടുകൾക്കൊന്നും പരിശീലകരെ വാഴ്ത്തിപ്പാടാൻ എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം സെയിം പ്രെഡിക്റ്റബിൾ സ്ട്രാറ്റജിയും ലൈനപ്പുമായിട്ട് തന്നെയാണ് പരിശീലകൻ
പരിശീലകർ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പല പ്രീ മാച്ച് വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രധാന മാറ്റങ്ങളാണ് കോച്ച് വരുത്തിയിട്ടുള്ളത്. ഒന്ന്, അമാവ്യ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട്, 2 man സ്ട്രൈക്കേഴ്സിനെ പ്ലേസ് ചെയ്യുന്നു. പെപ്ര ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ ആയിട്ടാണ് കളിച്ചത്. ഈ ബന്ധം അത് അത്രയും എഫക്റ്റീവ് ആയിരുന്നു. എന്തായാലും നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങാം. ആദ്യ പകുതിയിൽ ചെന്നൈക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് വരുന്നു. കോർണർ ഷീൽഡ് എടുത്ത അത്യുജ്വലമായ ആ ഫ്രീ കിക്ക് റയാൻ എഡ്വേർഡ്സ് ബോക്സിനകത്ത് ഹെഡ് ചെയ്യുന്നു. ഫിനിഷ്ഡ് ഗോൾ കീപ്പർ എന്ന ലേബലിൽ നിൽക്കുന്ന സച്ചിൻ സുരേഷിന് വേണമെങ്കിൽ ആ ഹെഡർ വലയിലേക്ക് വിടാമായിരുന്നു. പക്ഷെ അത്യുജ്വലമായ റിഫ്ലക്സോടെ ആ പന്തിനെ കൃത്യമായിട്ട് തന്നെ സച്ചിൻ സുരേഷ് സേവ് ചെയ്യുന്നു. അവിടെ മുതൽ ഡിഫൻഡേഴ്സുമായി കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങോടെ അത്രയും മികച്ച ചെറുത്തുനിൽപ്പാണ് ഗോൾ കീപ്പർ കാഴ്ചവെച്ചത്. ടീമിലെ മുഴുവൻ താരങ്ങളുടെ പ്രകടനവും മികച്ചു നിൽക്കുമ്പോൾ ഗോൾ കീപ്പിംഗിലും ഒരു മിസ്റ്റേക്കും വരില്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ലൈനപ്പ് പുറത്തു വന്നപ്പോൾ കല്ലുകടിയായി തോന്നിയ ഏക പ്ലെയർ റൈറ്റ് ബാക്കിലെ സന്ദീപ് സിംഗ് ആണ്. പക്ഷേ വിലയിരുത്തലുകൾക്ക് അതീതമായി വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡിംഗ് തന്നെയാണ് സന്ദീപ് സിംഗ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. സെന്റർ ബാക്കുകളായ ഹോർമിപ്പാമും ഡ്രിൻസിച്ചും ചെന്നൈയുടെ ഓരോ ഷോട്ടുകളും കൃത്യമായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തു. വരുന്ന ഓരോ അറ്റാക്കുകളെയും ബ്ലൈൻഡ് ആയി ക്ലിയർ ചെയ്യാതെ വളരെ കമ്പോസ്ഡ് ആയി പൊസിഷൻ കീപ്പ് ചെയ്ത് ഈ ഡിഫൻഡേഴ്സ് കളിച്ചു. ലെഫ്റ്റ് ബാക്ക് എന്ന റോൾ നവോച്ചയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൺസിസ്റ്റന്റ് ആയി ഏറ്റവും മികച്ച രീതിയിൽ ഒരു പൊസിഷനിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഡിഫൻഡിംഗിൽ മാത്രമല്ല, മുന്നേറ്റത്തിലും അത്രയും മനോഹരമായിട്ടുള്ള സപ്പോർട്ടാണ് നവോച്ച നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം ഗോളിന്റെ പ്രീ അസിസ്റ്റ് കൂടെ നവോച്ച സ്വന്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്ലെയറിന്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. അടുത്തത്, ഈ മത്സരത്തിന്റെ ജീവശ്വാസമായ, ഈ സീസണിൽ നിറം മങ്ങിപ്പോയി എന്ന് പലരും വിധിയെഴുതിയ മധ്യനിരയിലെ മാന്ത്രികൻ അഡ്രിയാൻ ലൂണ. ചെന്നൈക്കെതിരെ ഗോൾ കോൺട്രിബ്യൂഷനുകൾ നൽകുക എന്നത് ലൂണയുടെ സിരകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. കളം മുഴുവൻ നിറഞ്ഞാടി 2 പ്രധാന അസിസ്റ്റുകൾ നൽകി ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയി മാറിയ ഇർറീപ്ലേസബിൾ ട്രഷറാണ് അഡ്രിയാൻ ലൂണ. ലൂണയ്ക്കൊപ്പം ഈ ഒരു മത്സരത്തിൽ കൈകോർത്ത് മികവ് കാണിച്ച മറ്റൊരാൾ. മുൻപ് നടന്ന മത്സരങ്ങളിൽ എന്തായിരുന്നു എന്നല്ല, ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ എന്താകും എന്നല്ല, ഈ മത്സരത്തിൽ ഈ പ്ലെയർ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്രയും വലുതാണ്. ചെന്നൈയിൻ എഫ്സിയുടെ ഏറ്റവും സുപ്രധാന അറ്റാക്കുകളെ മുളയിലെ നുള്ളിക്കളഞ്ഞ ദാറ്റ് മോസ്റ്റ് കമ്പോസ്ഡ് മിഡ്ഫീൽഡർ ഡാനിഷ് ഫറൂഖ്. അത്രമാത്രം ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് ഇന്ന് ഡാനിഷ് ഫറൂഖ് കൈകാര്യം ചെയ്തത്. ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ് പെപ്ര കളത്തിലേക്ക് ഇറങ്ങിയത്. പന്തിനെ അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന പെപ്രയുടെ മിടുക്ക് അതിഗംഭീരമാണ്. മത്സരത്തിന്റെ വിജയം സീൽ ചെയ്ത ആ മൂന്നാമത്തെ ഗോൾ നേടുന്നതും പെപ്രയാണ്. ഒരു സ്ട്രൈക്കറിനപ്പുറം മുന്നേറ്റത്തിലും പിൻനിരയിലേക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്ലെയർ കൂടെയാണ് ക്വാമെ പെപ്ര. അടുത്തതായി നോവയ്ക്ക് പകരം ഇന്ന് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത അമാവിയ. ഡിഫൻസിലേക്കും ഇറങ്ങി ഹെൽപ്പ് ചെയ്യുന്ന അമാവിയുടെ ആറ്റിറ്റ്യൂഡ് ഈ ഒരു മത്സരത്തിൽ ടീമിന്റെ ക്വാളിറ്റി അത്രമാത്രം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ പൊസിഷനിൽ വിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കാതെ മത്സരത്തെ സെന്ററിലോട്ട് എത്തിക്കാൻ അമാവിയ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വലത് വിങ്ങിൽ അതാ ഒരു അത്ഭുത ബാലൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, 18 വയസ്സ് മാത്രം പ്രായമുള്ള ദാറ്റ് മോസ്റ്റ് ടാലന്റഡ് വിംഗർ കോറു സിംഗ്. വേഗത കൊണ്ടും ബോൾ കൺട്രോൾ കൊണ്ടും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കോറു സിംഗിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു താരമാക്കി മാറ്റി. എസ്പെഷ്യലി ഒരു ഹൈ ബോളിനെ ചെന്നൈ താരമായിട്ടുള്ള മന്ദറിന്റെ തലയ്ക്ക് മുകളിലൂടെ കൺട്രോൾ ചെയ്ത് ഇറക്കിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ആ വേഗതയാർന്ന പെർഫോമൻസിലൂടെ ആദ്യ ഗോളിന് വഴിയൊരുക്കുകയും രണ്ടാം ഗോൾ അതിമനോഹരമായിട്ട് നേടുകയും ചെയ്തു. ആൻഡ് അടുത്തതായി ഗോൾ അടിക്കുക എന്ന തന്റെ ഡ്യൂട്ടി ഏറ്റവും വൃത്തിക്ക് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ ഹീസസ് ജിമിനസ്. തന്റെ ഡ്യൂട്ടി അദ്ദേഹം കൃത്യമായിട്ട് വെട്ടിപ്പായിട്ട് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മത്സരത്തിന്റെ 2ാം മിനിറ്റ് തന്നെ അസാധ്യ ആംഗിളിൽ നിന്നാണ് ഈസസ് ജിമിനസ് ആ ഒരു ഗോൾ നേടുന്നത്. ഡിഫൻസീവ്ലി പെപ്രയെ പോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ലെങ്കിലും മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായ പൊസിഷൻ ഉണ്ട്. പന്ത് കാലിൽ എത്തിക്കഴിഞ്ഞാൽ മാജിക്കൽ ടച്ചിലൂടെ വലയിലെത്തിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇനി 2ാം പകുതിയിൽ കളത്തിലേക്ക് ഇറങ്ങിയ വിപിൻ മോഹനൻ തൊട്ടതെല്ലാം പൊന്ന് എന്ന് തന്നെ പറയാം. കളത്തിലേക്ക് ഇറങ്ങിയ ശേഷം നടത്തിയ ഓരോ ടച്ചസും അത്രയും ക്രൂഷ്യൽ ആയിരുന്നു. ഓൾസോ വിപിന്റെ ഭാഗത്ത് നിന്ന് ബോക്സിന് പുറത്ത് നിന്ന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു പെർഫെക്റ്റ് കർവിംഗ് ഷോട്ട്. പക്ഷെ അത് നവാസ് സേവ് ചെയ്തു. എന്തായാലും ഇഞ്ചുറിക്ക് ശേഷം താളമില്ലാതിരുന്നു എന്ന് വിലയിരുത്തിയ വിപിൻ തന്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. ഇഷാൻ പണ്ഡിതയും നോവാ സദോയും ഒരുമിച്ച് ഇറങ്ങിയത് കൊണ്ട് തന്നെ അതിനുശേഷം ഇഷാന് അധികം അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഒപ്പം ഈ ഒരു മത്സരത്തിൽ ഡുസാൻ ലഗോത്തോറിനെ സെന്റർ ബാക്ക് റോളിലാണ് കളിപ്പിച്ചത്. അതൊരു മികച്ച തീരുമാനം തന്നെയായിരുന്നു. ആൻഡ് ഡുസാൻ ലഗോത്തോർ ഒരു മൾട്ടി ടാസ്കർ ആണ് എന്നുള്ളത് ഒരു റിലീഫ് തന്നെയാണ്. മത്സരത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്താണ് കളത്തിലേക്ക് അസർ ഇറങ്ങുന്നത്. എന്നിട്ട് പോലും നോവയിലേക്ക് കൊടുത്ത ആ ക്രൂഷ്യൽ തല്ലുണ്ടാക്കുന്ന ത്രൂ ബോൾ അസറാണ് നൽകുന്നത്. സോ കളത്തിലേക്ക് ഇറങ്ങിയ ഓരോ സബ്സ്റ്റിറ്റ്യൂഷനും ഓരോ പ്ലേയേഴ്സും അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇനി ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ അവസാനമാണ് പറയുന്നത്, മത്സരത്തെ മാറ്റിമറിച്ച ആ റെഡ് കാർഡ്. സോ ബേസിക്കലി മിലോസ് ട്രിക്കി ആയിട്ട് വിൽമർ ജോർഡനെ ബ്ലോക്ക് ചെയ്തതാണ്. സോ ബോൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വിൽമർ നടത്തിയ ഒരു പുഷ്
അത് കൃത്യമായിട്ട് തന്നെ മിലോസ് അഭിനയിച്ച് തകർത്ത് ഒരു റെഡ് കാർഡ് വാങ്ങിക്കൊടുത്തു. സോ ഇതിലെ ക്രൂഷ്യൽ പോയിന്റ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എൽബോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പന്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഒരു ഫൗൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിൽമർ ജോർഡൻ ഗില്ലിന് ഒരു റെഡ് കാർഡ് കിട്ടിയതും മത്സരം മാറി മറിഞ്ഞത്. പക്ഷേ മത്സരത്തിന്റെ അവസാന നിമിഷം വരെയും ചെന്നൈ ഗോൾ അടിക്കാനുള്ള ഊർജ്ജം കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി കിട്ടിയ ക്രോസ് വിൻസി ബെററ്റോ കൃത്യമായി വലയിലാക്കി ആ ക്ലീൻ ഷീറ്റ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. എന്തായാലും ആ ഒരു ഗോൾ കൊണ്ട് ചെന്നൈക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. ബ്ലാസ്റ്റേഴ്സ് 3-1 വിജയിക്കുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇടവേളയ്ക്ക് ശേഷം നേരിടേണ്ടത് വമ്പന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ്. എന്തായാലും ആ ഒരു സമയത്തിനുള്ളിൽ ടീമിലെ അടിപിടികളെല്ലാം പരിഹരിച്ച് വളരെ ശക്തിയായിട്ട് തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് എനിക്കറിയാം. കമന്റ് ബോക്സ് തുറന്നു വെച്ചിട്ടുണ്ട്. എഴുതിക്കോ.